ട്രാൻസിഷൻ മെട്രിക്സ് കാണാൻ രണ്ട് രീതിയിൽ ചോദിക്കാം. ബി ടു ബി ഡാഷും ചോദിക്കാം, ബി ഡാഷ് ടു ബിയും ചോദിക്കാം. ബി ഡാഷ് ടു ട്രാൻസിഷൻ മെട്രിക്സ് ഫ്രം ബി ടു ബി ഡാഷ് ആണെങ്കിൽ നമ്മൾ ബി ഡാഷ് ബി എഴുതണം. എന്നിട്ട് ബി ഡാഷിനെ നമ്മൾ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയിട്ട് മാറ്റണം. അപ്പോൾ ബി ഓട്ടോമാറ്റിക്കലി പി ഇൻവേഴ്സ് ആയിട്ടുണ്ടാവും. ട്രാൻസിഷൻ മെട്രിക്സ് ഫ്രം ബി ഡാഷ് ടു ബി ആണെങ്കിൽ ബി ഡാഷ് എന്ന് എഴുതുക. എന്നിട്ട് ബീനെ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആക്കുമ്പം ബി ഡാഷ് എന്തായിട്ട് മാറിയിട്ടുണ്ടാവും? പി ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ട്രാൻസിഷൻ മെട്രിക്സ് ഫ്രം ബി 1 3 -2 2 ടു ബി ഡാഷ് -12 0 -4 4. Find the coordinate matrix SB given the transition matrix SB equal to -1 3. അപ്പോൾ ബി ടു ബി ഡാഷ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് എഴുതേണ്ടത്? ബി ഡാഷ് ബി. ഇനി ബി ഡാഷ് എങ്ങനെ എഴുതാം? ബി ഡാഷിലെ -12 0 -4 4 എന്നുള്ളത് -12 0 കോളായിട്ട് എഴുതാം, -4 4 എഴുതാം. ഇനി ബിയിലെ ഓരോ വെക്ടേഴ്സും കോളായിട്ട് എഴുതാം. ഇവിടെ ഏതാ? 1 3 -2 2 എന്നിട്ട് കോളായിട്ട് എഴുതാം. കോളായിട്ട് എഴുതി കഴിഞ്ഞിട്ട് നമ്മളിതിനെ ആദ്യത്തെ ഡയഗണൽ എലമെൻറ്റ്, അതായത് -12 ആണ്. ആ -12നെ 1 ആക്കണം. അപ്പോൾ ഫുൾ ഇതും കൊണ്ട് ഡിവൈഡ് ചെയ്ത് 1 ആക്കും. ഏതാണ്? -12നെ -12 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 1 ആക്കുക. മൊത്തം റോയിനെ 1 ആക്കും. അത് കഴിഞ്ഞ് അതിൻ്റെ താഴെയുള്ള എലമെൻറ്റിനെ 0 ആക്കാം. ഓൾറെഡി ഇത് 0 ആണ്. അടുത്തത് 0 ആണ്. അടുത്തത് നമ്മൾ ചെയ്യുന്നത് ഈ അടുത്ത ഡയഗണൽ എലമെൻ്റ് എടുക്കുക. ആ ഡയഗണൽ എലമെൻറ്റിനെ 1 ആക്കുക. ആ ഡയഗണൽ എലമെൻറ്റിനെ 1 ആക്കി 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മുകളിലും താഴെയും എലമെൻറ്റ്സ് ഉള്ളത് മൊത്തം 0 ആക്കണം. ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് വരിക? 2/2 1 0 0 1 എന്നല്ല വരിക. അപ്പം ഇങ്ങനെ ആക്കണം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ആദ്യത്തെ ഡയഗണൽ എലമെൻറ്റിനെ 1 ആക്കണം, അതിനുള്ളതിനെ 0 ആക്കുക. അടുത്ത ഡയഗണൽ എലമെൻറ്റ് സെക്കൻഡ് റോയിലെ സെക്കൻഡ് എലമെൻറ്റ് 1 ആക്കുക. അതിൻ്റെ മുകളിലും താഴെയും ഉണ്ടെങ്കിൽ അതെല്ലാം 0 ആക്കണം. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ ഇത് കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. ഇതാണ് ഞാൻ ഈ പറഞ്ഞതാണ് ഓർഡറെങ്കിലും ഇവിടെ -12ൻ്റെ താഴെ 0 ആണ്. 0 ആയതുകൊണ്ട് മാത്രം ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് ഇവിടെ നേരത്തെ തന്നെ 0 ആക്കാൻ പറ്റും. നോക്ക്, -12 0 അല്ലേ, -4 4 അല്ലേ. അപ്പോൾ ഇത് R1നെ നമ്മൾ R2 ആയിട്ട് ആഡ് ചെയ്ത് ഇവിടെ 0 ആക്കാൻ പറ്റും. പിന്നെ ഇതിനെ -12 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ 2 സ്റ്റെപ്പിൽ ഇത് പെട്ടെന്ന് കിട്ടും കേട്ടോ. ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിൽ ഇവിടെ 0 ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടി ബി ഡാഷ് ബി കിട്ടി. ബി ഡാഷ് ബി കിട്ടിക്കഴിഞ്ഞാൽ എന്ന് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയി. അപ്പോൾ ഇതെന്തായിരിക്കും? അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ പി ഇൻവേഴ്സ് ആയിരിക്കും. അങ്ങനെയല്ലേ നേരത്തെ പറഞ്ഞത്? ഇത് പി ഇൻവേഴ്സ് ആയിരിക്കും. അപ്പോൾ പി ഇൻവേഴ്സ് കിട്ടി. പി ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇനി ഇത് വെച്ചിട്ട് എക്സ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ഇൻറ്റു എക്സ് ബി ഡാഷ് ആണ്. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഫൈൻഡ് ദ കോർഡിനേറ്റ് മെട്രിക്സ് എസ് ബി ഗിവൺ ദ കോർഡിനേറ്റ് മെട്രിക്സ് എസ് ബി ഡാഷ്. എസ് ബി ഡാഷ് തന്നിട്ടുണ്ട്. അപ്പോൾ എക്സ് ബി കാണണം. ഇവിടെ ഇതേപോലെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ബി ടു ബി ഡാഷ് ആണെങ്കിൽ എസ് ബി ഡാഷ് എന്ന് പറഞ്ഞാൽ പി ഇൻവേഴ്സ് എസ് ബി ആയിരിക്കും. ഇവിടെ ബി ഡാഷ് ടു ബി ആണെങ്കിൽ എസ് ബി എന്ന് പറഞ്ഞാൽ പി എസ് ബി ഡാഷ് ആണ്. അപ്പോൾ നമുക്കിവിടെ എസ് ബി ആണ് കാണേണ്ടത്. ഇതല്ലേ കാണേണ്ടത്? എക്സ് ബി ആണ് കാണേണ്ടത്. എക്സ് ബി കാണുമ്പോൾ പി എക്സ് ബി ഡാഷ് ആണ് നമുക്ക് കിട്ടേണ്ടത്. പക്ഷേ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് പി ഇൻവേഴ്സ് ആണ്. അപ്പോൾ കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇൻവേഴ്സ് കിട്ടും. അപ്പോൾ അത് പി ആയിട്ട് എടുക്കുക. എന്നിട്ട് പി ഇൻറ്റു എക്സ് ബി ഡാഷ്, പി കിട്ടിയില്ലേ? പി ഇൻറ്റു എക്സ് ബി ഡാഷ് തന്നിട്ടുണ്ട്. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എക്സ് ബി കിട്ടും.